ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് മാതളത്തിൻ്റെ കുരു മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ 3 മാതളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ വേണമെന്നില്ല, നമ്മൾ കപ്പിൻ്റെ അളവിലാണ് എടുക്കുന്നത് കേട്ടോ. നമുക്കിത് മുറിച്ചതിന് ശേഷം അകത്തുള്ളത് മാറ്റിയെടുക്കാം. കുരു എങ്ങനെയാണ് വേഗത്തിൽ ഇളക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. 1 കപ്പ് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അഴുകിയത് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് കപ്പാണോ എടുത്തത് അതിൽ തന്നെ എല്ലാം അളന്നെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യമേ മൊത്തം പാൽ ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം, എന്നാലേ അരഞ്ഞ് കിട്ടുള്ളൂ. ആദ്യം കുറച്ച് പാലൊഴിക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. മാതളത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരും. ആദ്യം ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. പസ് ബട്ടൺ അമർത്തിയെടുത്താലും മതി. കുരു കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അരഞ്ഞു പോയാൽ ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറില്ലേ കാണാൻ. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാത്ത പാലാണ് ഉപയോഗിച്ചത് കേട്ടോ. നല്ല തണുത്ത പാലാണ്. ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഒരു കവർപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.